അതെ, ഇത് മറ്റേ GSLന്റെ ഓഫീസിന്റെ. അതെ, GSLന്റെ ഓഫീസാണ്. ഞങ്ങളൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാണ്. ആ പറഞ്ഞോളി. നെറ്റ് ഇല്ലല്ലോ. നെറ്റില്ലേ? നെറ്റില്ല. അല്ല, നെറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്തിനാ നിങ്ങൾ ചിരിച്ചത്? ചിരിക്കണ്ട പിന്നെ എന്താക്കും, ഇവിടെ ഇല്ല നെറ്റ്. അല്ല, അത് ഇത്ര വലിയ തമാശയാണോ? നെറ്റില്ല തമാശയായിട്ട് തോന്നിയില്ല. അല്ല, ഒരു കംപ്ലൈന്റ് പറയുന്നതിന് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാണ്? ചിരിക്കണ്ട, നമ്മൾ എന്താക്കും. അതെ, ഇവിടെ മാത്രല്ല ഒരു കമ്പനിയിലും ഇല്ല നെറ്റ്. അല്ല സാറ് ഞങ്ങളെ കളിയാക്കണോ? അല്ല, കളിയാക്കില്ല കാര്യം പറഞ്ഞതാ. ശരി, ഇത് എപ്പോഴാ വരിക? അത് പടച്ചമ്പുരാന് മാത്രമേ അറിയുള്ളൂ. വന്നാ വന്ന് പോയാ പോയി. മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല, പിന്നെ നെറ്റിന്റെ കാര്യത്തിൽ. പൊന്ന് സാറേ, നെറ്റ് ഇല്ലാത്തോണ്ട് ഒരു കാര്യവും നടക്കണില്ല. ഞങ്ങൾക്ക് ഓൺലൈനിൽ ബില്ലടയ്ക്കാൻ പറ്റണില്ല. പമ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കാറിൽ ഒഴിച്ച് പൈസ കൊടുക്കാൻ പറ്റണില്ല. പിന്നെ ATM പൈസ എടുക്കാൻ പറ്റണില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ സുഹൃത്തെ, ഞമ്മക്കൊക്കെ എന്നാണ് ഈ നെറ്റ് ഉണ്ടായത്? അല്ല, നിങ്ങളൊക്കെ പെറ്റിട്ടത് നെറ്റിലേക്കാ? ഞാൻ പറയണ കേക്കിങ്ങള്. ഈ നെറ്റ് ഇല്ലാത്ത കാലത്തും നമ്മൾ ജീവിച്ചിട്ടില്ലേ മനുഷ്യര് സുഖമായിട്ട്? അതുപോലെ ഒന്ന് ജീവിച്ചു നോക്കി. അങ്ങനെ ഒരു സന്ദർഭം ഇപ്പൊ പടച്ചോണ്ടാക്കി തന്നാ അപ്പൊ നമ്മളത് ആസ്വദിച്ച് ജീവിക്കാം. സാറ് പറഞ്ഞ പോലെ ജീവിതം ആസ്വദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ ഞങ്ങൾ മാസം മാസം കാശ് അടയ്ക്കണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു സേവനം ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഞങ്ങളെന്താ പൊട്ടന്മാരാ? ഇതിവിടെ ഉണ്ടെങ്കിൽ തരൂലേ? ഇതിപ്പോ GSLL മാത്രമല്ല, എല്ലാ ഇന്റർനെറ്റ് സേവന ദാതാക്കളും നെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോ. എന്റെ പൊന്ന് സാറേ, ഒരു കുടുംബത്തില് നെറ്റ് കണക്ഷൻ ഇല്ലാത്ത ആളുകളില്ല. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, എത്ര മക്കളുണ്ടോ അത്രയും മക്കള് ഇവർക്കൊക്കെ നെറ്റ് കണക്ഷൻ ഉണ്ട്. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിക്കുമ്പോ അതിന് മതിയായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് ചെയ്തു തന്നാ എന്താ കുഴപ്പം? അയ്യോ, കഷ്ടം കിട്ടാ സാറേ. വീട്ടിലെല്ലാവർക്കും നെറ്റ് കണക്ഷൻ ഉണ്ട്. അല്ല, അപ്പൊ ആരും പരസ്പരം സംസാരിക്കാറൊന്നുമില്ല. എന്റെ സാർമാരെ ജീവിതം വേസ്റ്റ് ആയിട്ടോ. നെറ്റ് ഇല്ലെങ്കിലാണ് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ വന്ന വഴിക്ക് നെറ്റില്ല. ഞാൻ സാറെ കണ്ടതും ഒരുപാട് നേരം ഞങ്ങൾ കുടുംബകാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? സംസാരിക്കും, നല്ല രസമുണ്ട്. ഇതിപ്പോ നെറ്റ് ഉണ്ടായിരുന്നെങ്കിലോ വന്ന വഴിക്ക് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കും വാട്സപ്പും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. സാർ അവിടെയും കുത്തിക്കൊണ്ടിരിക്കും. പരസ്പരം മുണ്ടുമില്ല, ഒരു ബന്ധം ഉണ്ടാകും. അല്ല, നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? നെറ്റ് ഉപയോഗിക്കേണ്ടെന്നാണോ? അതിപ്പോ അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളിപ്പോ ഈ മിനിറ്റിനും ഓരോ പരസ്യം വിടുണ്ടല്ലോ, അത് ഉപയോഗിക്കൂ, ഇത് ഉപയോഗിക്കൂ, ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോ ഇത് പറയാൻ വേണ്ടിട്ട് വന്നല്ല. ഒരു കാര്യം ഞങ്ങൾ പറയാം. നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാതിരിക്കുക, കളിക്കുക, ചിരിക്കുക, എന്താണെങ്കിലും ചെയ്തോ. ഞങ്ങൾക്ക് ഒന്നും കൂടി ശരിയാക്കിയതാ. പെട്രോൾ പമ്പിലെ വണ്ടി ഇരിക്കണ 10 പൈസ കയ്യിലില്ല. അതിനിത് എപ്പ വരുന്ന ആരോടെ ചോദിക്കണത്? വന്ന് അത്രേ ഉള്ളൂ. തോന്നിയാസം കാണിക്കരുത്. തോന്നിയാസം കാണിക്കരുത്. എനിക്ക് പുറച്ചിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഇന്റർനെറ്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ നിൽക്കും? നിങ്ങൾ നെറ്റ് കണക്ഷൻ തരാൻ പറ്റൂല്ലേ? ഇപ്പൊ അറിയണം. വിറയിലല്ലേ പ്രശ്നം? ആ കൈ കാട്ടി. അവസ്മാരം വരുമ്പോ നമ്മളൊക്കെ താക്കോല കൊടുക്കില്ല. ഈ താക്കോലുണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. സാർമാരെ, നിങ്ങളുടെ തമാശ കാണാനല്ല ഞാൻ വന്നത്. ഇന്ന് കാലത്തെ ഞാൻ വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് വിടാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഫേസ്ബുക്കിൽ വിട്ടിട്ടില്ല. എൻ്റെ എത്ര സുഹൃത്തുക്കളാണ് എൻ്റെ ഇത് ഗുഡ് മോർണിംഗ് കാത്തിരിക്കുന്നത്. ഇവർക്കൊന്നും ഇത് അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ കളിക്കാതെ നെറ്റ് കണക്ഷൻ സുഹൃത്തെ, നെറ്റ് ഇവിടെ കട്ടായി കിടക്കുകയാണ്. അതാണ് ഇവരോട് പറയുന്നത്. ഇന്റർനെറ്റ് ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഇതിപ്പോ നിങ്ങൾ ഉള്ള സാധനം തന്നെ കറക്റ്റ് അല്ല.